ഒഴിവാക്കിയ 4 ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശീയഗാനം വന്ദേ മാതരം ജനഗണയ്ക്ക് മുമ്പ് പൊതു ചടങ്ങുകളിലെല്ലാം ആലപിക്കണം എന്നാണ് കേന്ദ്രത്തിൻ്റെ പുതിയ നിർദ്ദേശം. ഇതിനെതിരെ ഇപ്പം ചില മുസ്ലിം സംഘടനകൾ, അതേപോലെ TMC, CPM ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വന്ദേ മാതരം മുഴുവനായിട്ട് നമ്മൾ പാടിയാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? എന്തിനാണ് ഈ വന്ദേ മാതരം മുഴുവനായിട്ട് പാടേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എന്താ? കഴിഞ്ഞ 28 ജാനുവരി 2026 കേന്ദ്ര ഗവൺമെന്റിന്റെ ഹോം മിനിസ്ട്രി ഒരു പ്രത്യേകമായ ഉത്തരവിറക്കുന്നു. ആ ഉത്തരവിറക്കുമ്പോൾ ഇത് ഒന്നാമത്തത് ഗൗതം പറഞ്ഞത് ദേശീയ ഗാനമല്ല, ദേശീയ ഗാനം വേറെയാണ്. ഇത് ഒരു ദേശഭക്തി ഗാനം എന്നുള്ള നിലക്ക് അവതരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏറ്റവും ആദ്യം എഴുതിയിട്ടുള്ള 8 സ്റ്റാൻസുകളുണ്ട്. ഈ 8 സ്റ്റാൻസുകൾ യഥാർത്ഥത്തിൽ 1937 കൽക്കട്ടയിൽ വെച്ച് ചേർന്നിട്ടുള്ള കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യഥാർത്ഥത്തിൽ ഒരു ദേശഭക്തി ഗാനമായി അംഗീകരിക്കുകയും ഇത് ചൊല്ലണം എന്ന് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തൊരു കാര്യമാണ്. കാരണം അതിലൊക്കെ പറയുന്നത് പ്രകൃതി വർണ്ണനകളാണ്, ഇന്ത്യയെക്കുറിച്ചുള്ള പ്രകൃതി വർണ്ണനകളാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ആ 8 സ്റ്റാൻസ് മാത്രം പോരാ, പകരം ബാക്കിയുള്ള ആദ്യത്തെ 2 സ്റ്റാൻസ്, അതായത് 8 വരികൾ മാത്രം പോരാ, ബാക്കി ഇനി കൂട്ടിച്ചേർത്തിട്ടുള്ള 4 സ്റ്റാൻസുകൾ, അതായത് 16 വരികൾ കൂടി ചെല്ലണമെന്നാണ്. ആ 16 വരികൾ കൂടി ചൊല്ലണമെന്നുള്ള ആവശ്യം അന്ന് ഉയർന്നിരുന്നു. ആ ഉയർന്നിരുന്നപ്പോൾ അത് വേണ്ടാന്ന് വെച്ചതാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന ദുർഗയായും സരസ്വതിയായും ലക്ഷ്മി ദേവിയായിട്ടും ഒക്കെ ആളുകളെ പ്രകീർത്തിക്കുന്ന, ഈ പറയുന്ന അതായത് ഹിന്ദു ഗോഡസുകളാക്കി കാണിക്കുന്ന 10 ആയുധമേന്തിയിട്ടുള്ള ദുർഗയൊക്കെ പ്രകീർത്തിക്കുന്ന ചില വരികളാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആദ്യം എഴുതുന്നത് ഈ 8 വരികളാണ്, 2 സ്റ്റാൻസുകളാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവൽ എഴുതിയപ്പോൾ ഇത് ഹിന്ദു മുസ്ലിം ലഹളയെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അതിൽ ഹിന്ദുപക്ഷത്ത് നിൽക്കുന്ന ഒരു കവിതയായിട്ടാണ് ബാക്കിയുള്ള വരികൾ അദ്ദേഹം എഴുതി ചേർത്തത്. അതുകൊണ്ട് ആ വരികൾ വേണ്ട എന്ന് പറഞ്ഞൊരു നിലപാടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പിന്നിലുള്ളത് ഒരു തന്ത്രമാണ്. ആ തന്ത്രം ഞാൻ കഴിഞ്ഞ തവണ മിസ്റ്റർ ഗൗതം കൃഷ്ണയുമായിട്ട് ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഭാരതാംബയിൽ ഇത് അവസാനിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ആദ്യം ഭാരതാംബ വരും, പിന്നെ ഇതുപോലെയുള്ള പല പല പരിപാടികളും വരും. എന്നിട്ട് ലളിതമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കും, ഇതൊക്കെ അങ്ങനെ അംഗീകരിച്ച് എന്താ കുഴപ്പം, ഒരു പാട്ടില്ലേ അങ്ങനെ പാടിയൊക്കെ പൊക്കോട്ടെ എന്ന് എന്ത് ചെയ്യും പറയുമെന്ന് വിചാരിക്കും. പക്ഷെ ഭാരതാംബ ഇതുപോലെ തന്നെ ഒരു ചെറിയ പടമല്ലേ അവിടെ ഇരുന്നെന്ന് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് നമ്മൾ എന്ത് ചെയ്യും ചോദിക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇന്ത്യയിൽ നിരവധി കുറെ കൂടി വിശാലമായ ജനാധിപത്യം നിലനിന്നിരുന്ന ഒരു രാഷ്ട്രമാണ്. ഇപ്പൊ തന്നെ ഗൗതം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഗൗതം ആദ്യം പറഞ്ഞൊരു വാചകമുണ്ട്, ചില മുസ്ലിം സംഘടനകളല്ല, എന്റെ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനെതിരെയാണ് നിൽക്കുന്നത്. അതിന്റെ പിന്നിൽ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് ഷോർട്ട് ടൈം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ പിടിക്കുക എന്ന് പറയുന്ന BJPയുടെ രാഷ്ട്രീയ ഉപകരണമായിട്ടാണ് ഇപ്പൊ വന്ദേ മാതരം എന്ത് ചെയ്യാൻ പോകുന്നത്, ഓർഡർ പുറത്തേക്ക് വന്നേക്കുന്നത്. കാരണം ബങ്കിം ചന്ദ്ര ചാറ്റർജി അവിടുത്തെ എക്കാലത്തെയും വലിയ കവിയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ആളുകൾക്കൊരു വലിയ താല്പര്യമുണ്ട്. കൂടാതെ 60-65% വരുന്ന ഹിന്ദു പോപ്പുലേഷൻ അങ്ങനെ തന്നെ ഏകീകരിക്കാനുള്ള ശ്രമമുണ്ട്. അതൊന്നും ഇതേവരെ വിജയിച്ചിട്ടില്ല. ആ വിജയിക്കാത്തതുകൊണ്ട് അതാണ് ഷോർട്ട് ടൈമിലേക്കുള്ള ഗോളെങ്കിൽ ലോങ് ടൈമിലേക്കുള്ള ഗോൾ എന്ന് പറയുന്നത് ഇതിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റി തീർക്കാൻ ഇത്തരത്തിൽ ഒരു കൾച്ചറലായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു അധിനിവേശം നടത്തുക എന്നുള്ളതാണ് പ്ലാൻ. യഥാർത്ഥത്തിൽ ഈ നാസി ഭരണകൂടവും ഈ പറഞ്ഞ പോലെ മുസോളിനിയുടെ ഭരണകൂടവും അടക്കം നിരവധി ഭരണകൂടങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഒരു അധിനിവേശം നടത്തിയിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ 1984 എൻ്റെ ഓർമ്മ, അന്നൊരു കേസ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ. ആ കേസിൽ 1985 ആ കേസിൽ യഥാർത്ഥത്തിൽ ബിനിമോൾ അതുപോലെ ബിന്ദു ഇമ്മാനുവൽ എന്ന് പറയുന്ന 3 പേരുടെ കേസ് ഉണ്ടാകുന്നുണ്ട്. ആ കുട്ടികൾ ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ആ പുറത്താക്കപ്പെട്ടതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ദേശീയ ഗാനം ചൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ആദ്യം ഹൈക്കോടതി ആ പുറത്താക്കലിനെ ശരിവെക്കുകയാണ്. ആ പുറത്താക്കലിനെ ശരിവെച്ചതിന് ശേഷം ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡി എന്ന് പറയുന്ന സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജി വളരെ അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യം, നിങ്ങൾ അവിടെ കൃത്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കണം, ഇതിനെ ബഹുമാനിക്കണം. പക്ഷെ അതല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ കൂടെ ചൊല്ലണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ആ കേസ് ഉണ്ടാകുന്നത് യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു വിശ്വാസക്കാരുണ്ട്. അവര് ദൈവരാജ്യത്തിന്റെ മുകളിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ആ ദൈവരാജ്യം ഉണ്ടാവണം, ദൈവരാജ്യത്തിൽ മാത്രമേ, അല്ലാതെ മറ്റു രാജ്യങ്ങളോ അതിർത്തികളോ പോലും അവർ അംഗീകരിക്കുന്നില്ല. അവരിൽപ്പെട്ട ആളുകളാണ് ഈ കളമശ്ശേരിയിൽ അന്ന് മറ്റേ കത്തിച്ച് എറിയുകയൊക്കെ ചെയ്തത്. അപ്പൊ ആ സംഭവത്തിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സുപ്രീം കോടതി അത് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അനുവദിച്ചു കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞൊരു വാചകമുണ്ട്,
പ്രോപ്പർ റെസ്പെക്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കാണിക്കണം ഒരു ദേശീയ ഗാനത്തോട്. അല്ലാതെ അത് കൂടെ ചൊല്ലണം എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. അതേ സമയമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മുസ്ലിമിനോടും അതുപോലെ തന്നെ ബഹുദൈവാരാധനകൾ ഇല്ലാത്ത മുസ്ലിം സമുദായത്തിലെ ആളുകളോടും ഇതുപോലെ യഹോവ വിറ്റ്നസ്സുകാരോടും എല്ലാവരോടും നമ്മൾ പറയുന്നത് എന്താണ്, ഇന്ത്യയെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, ഒരു ഹിന്ദു ഗോഡസുമായിട്ട് സമീകരിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ ദൃശ്യവൽക്കരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചൊല്ലിയേ പറ്റൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഡിവൈഡുകൾ ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമാണ്. ഈ എതിർപ്പ് വളർത്താനും ഇത് ഏതാണ്ട് ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള തന്ത്രം. ആ പാട്ടിന്റെ ഒരു ടോട്ടൽ കോസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരുപാട് വലിയ ആളുകൾ ആ പാട്ട് മുഴുവനായിട്ട് പാടിയിട്ടുണ്ട്. കോൺഗ്രസിലെ തന്നെ നിരവധിയായിട്ടുള്ള മുസ്ലിങ്ങൾ അത് പാടാനായിട്ട് വിമുഖത കാണിച്ചിട്ടില്ല. അതിന്റെ ഒരു ടോട്ടൽ കോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഈ ജസ്റ്റ് ആയിട്ട് ഈ ബിംബം മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനെ പ്രശ്നവൽക്കരിക്കേണ്ടത്. ഒരു കാര്യം തിരിച്ചങ്ങോട്ട് പറയട്ടെ സുഹൃത്തെ, നിങ്ങളത് പാടുന്നതിന് നമ്മളാരും എതിരല്ല. ഇപ്പൊ ഗൗതം കൃഷ്ണ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഉറക്കെ പാടിക്കോ, ഞാൻ കേട്ടുകൊണ്ടിരിക്കാം, എനിക്കതിൽ വിരോധമില്ല. മനസ്സിലായി? ഇനി നാളെ വേണമെങ്കിൽ രാജേന്ദ്ര മൈതാനത്ത് നിന്ന് പാടാം, വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് കടപ്പുറത്ത് നിന്നും പാടാം. ഞങ്ങൾ ആരെങ്കിലും പാടണ്ടെന്ന് പറഞ്ഞു? ഈ ഭാരതാംബ എന്ന് പറഞ്ഞ ചിത്രവും ശാഖയിൽ കൊണ്ടുവച്ച് പൂജിക്കും, ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്നാണ് ഞാനൊന്നും പറഞ്ഞത്. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇത് നിങ്ങൾ കൂടി പാടണം, അല്ല ഹിന്ദു കോടതല്ല, നിങ്ങൾ കൂടി പാടണം എന്ന് നിർബന്ധിക്കണം. എന്തിനാണ് ഈ 24 വരിയുള്ള ശരി, അത് ഇതിലിപ്പം തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് പാടണം എന്ന് പറഞ്ഞിട്ടില്ല. ഇതിപ്പോ 3 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടാണ് ഇത് മുഴുവനായിട്ട് പാടുമ്പോൾ. അപ്പം ജനഗണനയ്ക്ക് മുമ്പായിട്ട് ഈ സാധനം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പം താങ്കൾ പറയുന്നത് ഇതിലെ ഹിന്ദു ഗോഡസ് എന്ന് പറയുന്ന ആ ദുർഗ, സരസ്വതി, ലക്ഷ്മി അതാണ് പ്രശ്നം. തീർച്ചയായിട്ടും അത് പ്രശ്നമാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല. എനിക്കിനി നാളെ ഏതെങ്കിലും പ്രസിഡൻഷ്യൽ പരിപാടിക്ക് ഞാൻ ചെന്ന് നിന്നാലോ, നാളെ അധികാര കൈമാറ്റം നടക്കുന്ന ഏതെങ്കിലും സിവിലിയൻ ചടങ്ങിന് ഞാൻ നിന്നാലോ എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ ഇതിന്റെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. കാരണം ഇത് നാളെ ഒരു ഈ പറയുന്ന പോലെ യഹോവ വിറ്റ്നസ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുമ്പോ നിങ്ങൾ ഇതിനെ വളരെ ലളിതമായിട്ട് ഈ ഒരു പാട്ടല്ല അങ്ങ് പാടിക്കുമെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചുകൂടി ചിന്തിക്കണം. 8 വരി പാടാൻ ഈ നാട്ടിലെ ആളുകൾ എല്ലാവരും തയ്യാറായിരുന്നു, അവർക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഇനി ജനഗണമന അടക്കം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റേതെങ്കിലും ഗാനങ്ങളടക്കം തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് കേൾക്കണം എന്നുള്ള നിലക്കുള്ള ഒരു നാഷണലിസം എന്തിനിവിടെ വളർത്തുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം തന്നെ BJPയുടെ സംഘപരിവാറിന്റെ അജണ്ടകൾ വിൽക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ്. അത്തരത്തിൽ സത്യത്തിൽ ഇപ്പൊ ആരും എതിർത്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിലൂടെയൊക്കെ താങ്കളുടെയൊക്കെ ഈ ഒരു എതിർപ്പിനെ തന്നെ ഒരു പക്ഷേ സംശയ നിഴലോടുകൂടി കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള എതിർപ്പുകൾ തന്നെയാണ് ആർക്ക് വേണ്ടത്? BJPക്കും സംഘപരിവാറിനും വേണ്ടത്. അപ്പൊ ഇങ്ങനെ തീർച്ചയായിട്ടും എതിർത്തുകൊണ്ടേ ഇരിക്കുക. അത് തീർച്ചയായിട്ടും എതിർത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ആർക്കാണ് അത് സഹായകമാവുന്നത്? ഇതിന് പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട്. അല്ല, എന്താ വലിയ ശക്തി എവിടെയാണ്? അല്ല, ഇതിന് പിന്നിൽ ഇതിനെ എതിർക്കുന്നതിലൂടെ ആർക്കാണ് യഥാർത്ഥത്തിൽ നേട്ടം ഉണ്ടാവുന്നത്? എതിർക്കുന്നത് ഓരോ മതേതരത്തിനും കാത്തു സൂക്ഷിക്കണമെന്ന് വിചാരിക്കുന്നത് സെക്കുലറായ ഓരോരുത്തരുടെയും കടമയാണ്. ഇപ്പൊ ഞാൻ ഹിന്ദുവാണ്, ബൈ ബർത്ത് ഞാൻ ഹിന്ദുവാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഹിന്ദുവിനടക്കം ഇതിനെ എതിർക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള മമതാ ബാനർജി അടക്കമുള്ള ആളുകൾ അല്ല എനിക്കറിയില്ല, രാഹുൽ ഗാന്ധി എതിർക്കുന്നില്ല എന്നായിരിക്കും. 1937 ഇത് കോൺഗ്രസ് അംഗീകരിച്ച 8 സ്റ്റാൻസക്ക് പകരം എന്റെ ചോദ്യം വളരെ റിലവന്റ് ആണ്. നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ള 16 വരികൾ കൂടി എന്ത് ചെയ്യണം? 2 സ്റ്റാൻസക്ക് വരെ 4 സ്റ്റാൻസായും അടങ്ങുന്ന 16 വരികൾ കൂടി പാടണം എന്ന് നിർബന്ധം പിടിക്കുന്നത്? നിങ്ങളുടെ ഈ പറയുന്ന പോലെ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു അധിനിവേശം മറ്റുള്ളവരിലേക്ക് കൂടി നടത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ഞാൻ പറയുന്നത് ഇനിയിപ്പോ ഭാരതാംബയെ നമ്മൾ എന്ത് ചെയ്തു? പോട്ടെ, കുഴപ്പമില്ല, ഒരു ഫോട്ടോ ഇല്ല എന്ന് വിചാരിച്ചു, ഇത് പാട്ടാണെന്ന് വിചാരിച്ചു, ഫോട്ടോ എന്ന് വിചാരിച്ചാൽ ഇനി അടുത്തത് വരും. കാരണം അങ്ങനെ ഒരു സമൂഹത്തിലെ മറ്റു ആളുകൾക്കെല്ലാം തന്നെ ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ പാടാതിരുന്നാൽ പോലും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കെല്ലാം ഇന്ത്യ രാജ്യത്തോട് സ്നേഹമുണ്ട്. അത് ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഉണ്ടായതല്ല. അതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത കാര്യം ഇപ്പൊ എന്താണെന്നറിയോ? നെഹ്റുവാണ് ഈ വന്ദേ മാതരത്തെ വെട്ടിമുറിച്ച് വികലമാക്കിയത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെഹ്റുവിൽ ഇതിനൊരു പങ്കുമില്ല. പകരം ഇതിൽ പങ്കെടുക്കുന്ന 2 പേർ, ഒന്ന് ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് ആണ് ഇത് കൊണ്ടുവന്നത്. പക്ഷെ രാജേന്ദ്ര പ്രസാദിനെ ഇവർക്ക് അങ്ങനെ എതിർക്കാൻ പറ്റില്ല. രണ്ടാമതാണ് അതിനെ ബാക്ക് ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ആര്? 3000 കോടി രൂപ മുടക്കി ഇവര് തന്നെ പ്രതിഭ കൊടുത്തിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലാണ്. മൂന്നാമത്തത് അതിൽ സ്പെഷ്യൽ ഇൻവൈറ്റി ആയി പങ്കെടുക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. പക്ഷെ ഇവർക്ക് പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മുസ്ലിം അപ്പീസ്മെന്റിന്റെ ഭാഗമായി, മുസ്ലിം പ്രീണന നയത്തിന്റെ ഭാഗമായി
കോൺഗ്രസ് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നെഹ്റുവിന്റെ പേരിൽ എന്തുകൊണ്ട് ചേർത്തു വെച്ചാൽ നെഹ്റുവിന്റെ പിന്മുറക്കാരായിട്ടുള്ള രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അറ്റാക്ക് ചെയ്യാനുള്ള പദ്ധതിയാണ്. ഇതിന്റെ പിന്നിൽ അപ്പൊ മുസ്ലിം എപ്പിസ്മെന്റേ ഇല്ല. ഏതാ മുസ്ലിം അപ്പീസ്മെന്റ് ഒന്നുമില്ല. പകരം മുസ്ലിം സമുദായത്തിലെ കുറച്ച് ആളുകൾ ഇതിനോട് എതിർപ്പ് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ശരിയാണ്, അവര് പറയുന്ന കാര്യത്തിൽ ശരിയുണ്ടെന്ന് കരുതി അത് വേണ്ടെന്ന് വെച്ചു. അത്രേ ഉള്ളു കാര്യം. അതിനകത്ത് എന്താ പ്രശ്നമുള്ളത്? അല്ല, പിന്നെ ഇത് പാടിയില്ലെങ്കിൽ എന്താ? ഞാനൊരു കാര്യം പറയട്ടെ, ഇത് പാടിയില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ പാട്ടില് ഞാൻ വ്യക്തിപരമായിട്ട്, ഇത് എന്റെ അഭിപ്രായമാണ്, താങ്കൾ വ്യക്തിപരമായിട്ട് ഇതിൽ ഏതെങ്കിലും അന്യമത വിദ്വേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടുകളോ അപരമത അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ പാട്ട് അടിസ്ഥാനപരമായിട്ട് ഇല്ല എന്നുള്ളതാണ്. നല്ല വരികളാണ്. ഇതിൽ സ്ത്രീയെ വളരെ വലിയ രീതിയിൽ അതിനെ സിംബോളിസൈഫൈ ചെയ്തിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് അനാവശ്യമായിട്ട് ഇതെല്ലാം ഉണ്ടായിക്കോട്ടെ. അല്ല, ഞാൻ പറയുന്നത് അതിലൊരു വിവാദം ഞാൻ പറയുന്നത് ഒരു കാര്യം, ഞാൻ പറയുന്നത് താങ്കൾ പറഞ്ഞത് ശരിയാ. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ ഇതിന് ഹിന്ദു ഗോഡസിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് ഈ ഭാരതാംബയെ അല്ലെങ്കിൽ ഭാരതത്തിലെ അമ്മയെ, വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ അമ്മയെ വന്ദിക്കുക എന്നുള്ളതാണ്, അത് ഭാരതാംബയെ വന്ദിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്ദിക്കുന്നത് വരികൾ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു പ്രശ്നമില്ല. ഇനി അതുപോലെ പോലും എനിക്കൊരു പ്രശ്നം. എന്റെ ചോദ്യം നേരെ തിരിച്ചാണ്. ഇത് നിർബന്ധമായും എല്ലാ ചടങ്ങുകളിലും നിങ്ങൾ ചൊല്ലണം എന്ന് പറയേണ്ടതിന്റെ ഒരു ആവശ്യകത എന്താണ്? അതിന് പകരം നിങ്ങൾ ഒന്നും ആളുകളെയും നിർബന്ധിക്കാതെ അവനവനിൽ ഈ സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള പ്രൈഡും അഭിമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. ആ പരിശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാണ്? എല്ലാ പ്രസിഡൻഷ്യൽ ചടങ്ങുകളിലും എല്ലാ ഗവർണർമാർ പങ്കെടുക്കുന്ന ഇടങ്ങളിലും ഗവൺമെന്റ് പരിപാടികളിലും കൂടാതെ ഈ പറയുന്ന പോലെ എന്താണ് മറ്റേ അധികാര കൈമാറ്റം നടക്കുന്ന സ്ഥലത്തൊക്കെ ഇത് 24 വരികളും നിർബന്ധമായിട്ട് പാടിയിരിക്കണം എന്ന് പറയുന്ന ഒരു നിയമം പോലും യഥാർത്ഥത്തിൽ ഇനി ഒരു കുഴപ്പമില്ലാത്തൊരു പാട്ടാണെങ്കിൽ പോലും ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് അങ്ങനെ ഒരു കാര്യവും ഈ ഗവൺമെന്റ് ഈ ജനതയുടെ പേരിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പകരം ഈ രാജ്യത്തെ കുറെ കൂടി മുന്നോട്ട് നയിക്കുകയും ഗംഭീരമായ രാജ്യമാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ത്യക്കാരനും ഭാരതീയനുമാണ് എന്ന് പറയുന്നത് അഭിമാനമാകുന്ന ലെവലിലേക്ക് ഓരോരുത്തരുടെയും ചിന്തകളെയും ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ സ്കൂൾ ചടങ്ങുകളിൽ ഇപ്പം സ്കൂളുകളിലൊക്കെ അസംബ്ലിന്റെ ഭാഗമായിട്ട് ജനഗണ പാടിപ്പിക്കുന്നുണ്ട്. അതും കൂടി ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ല അല്ല ഞാൻ പറയട്ടെ, സമീകരിക്കരുത്. അല്ല, ഒരു കാര്യം പറയട്ടെ, എന്തിനാണ് കുട്ടികളെ നിർബന്ധപൂർവം ജനഗണ എന്തിനാണ് പാടിപ്പിക്കുന്നത്? അത് ഒഴിവാക്കണം. അത് തെറ്റാണത്. കുട്ടികളെ ജനഗണമന ച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രയോജനം എത്രത്തോളം ഉണ്ടായിട്ടുള്ള വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു പരിഗണന താങ്കൾക്ക് പോലും പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് വളരെ ചോദ്യം പറഞ്ഞുതരാം. ഒരു രാജ്യത്തിന്റെ ഈ പറയുന്ന പോലെ ദേശഭക്തിയും ദേശാഭിമാനവും അതുപോലെ ആ രാജ്യത്തിന്റെ ഗാനവും ഒക്കെ സ്കൂൾ തലങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുകയും കുട്ടികളെ അതിനെക്കുറിച്ച് അവബോധരാക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വ്യക്തമാണല്ലോ. അന്ന് ബാക്കിയുള്ള കൂടി കേൾക്കണം. അല്ല, ചെവിയിൽ ബാക്കിയുള്ള കൂടി കേൾക്കണം. ഈ ഒരു കുഴിക്കരുത്. അപ്പൊ ബാക്കിയുള്ള കൂടി കേൾക്കണം. കേൾക്കേണ്ടതെന്ന് വെച്ചാൽ കോളേജിൽ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് PGക്ക് അത് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പിൽ പഠിക്കുന്നവനാണ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് IITകളിലും IIMലും ചെയ്യാത്തത്? അതിന്റെ കാരണം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതിനവിടെ ഈ പറഞ്ഞ ദേശീയ ഗാനം പാടുന്നതിന് നമ്മൾ ആരും എതിരല്ല. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഷോർട്ട് ടൈമിലേക്ക് ഞാൻ പറഞ്ഞ പോലെ കുട്ടികളെ ദേശഭക്തിയും കുട്ടികളെ ഈ പറഞ്ഞ പോലെ ദേശത്തെക്കുറിച്ച് അഭിമാനമുള്ളവരാക്കുക എന്ന് പറയുന്ന BJPയുടെ ലക്ഷ്യമല്ല. പകരം BJPയെ സംബന്ധിച്ചോളം ഇത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരൊറ്റ കാര്യം, ഇതിന്റെ പുറത്ത് എതിർപ്പ് വരുമ്പോൾ ഇപ്പുറത്തൊരു കൺസോൾട്ടേഷൻ നടക്കും എന്ന് പറയുന്ന തന്ത്രം മാത്രമാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ഷോർട്ട് ടൈമിലേക്ക് ഇത് വെസ്റ്റ് ബംഗാളും ലോങ് ടൈമിലേക്ക് ഇതൊരു ഹിന്ദു രാഷ്ട്രവും ആക്കി തീർക്കുന്നതിന്റെ സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമാണ് ഈ നടപ്പിലാക്കിയതെന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പൊ എന്താണ്, പാടേണ്ടാത്തവർ, പാടാൻ താല്പര്യമില്ലാത്തവർ പാടാതിരിക്കുക തന്നെയാണ് വേണ്ടത്. പാടാൻ താല്പര്യമുള്ളവർ പാടുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും. ഈ പാട്ടിലെ എന്തായാലും അന്യമത വിദ്വേഷമോ അപരമത വിദ്വേഷമൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പരസ്യം പോലെ ഗൗതം ഒരൊറ്റ കാര്യം ഇതിനകത്തുള്ളൂ. കഴിഞ്ഞ 75 കൊല്ലത്തിലധികമായി ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇവിടെ ഈ പറഞ്ഞ പോലെ ഇത് പാടാതിരുന്നിട്ടും ആർക്കും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നിർബന്ധപൂർവ്വം ഇനി ഇതും കൂടി പാടിക്കണം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ എല്ലാ ദിവസവും സ്കൂളിൽ ഈ 24 സ്റ്റാൻസയും നിർബന്ധപൂർവ്വം പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പോലും ആവശ്യമില്ല. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യം എഴുതിയിട്ടുള്ള 8 വരികൾ അത് പാടി ഇത് അവസാനിപ്പിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ BJPയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുകയും
അതുവഴി ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകുകയും ചെയ്യണം എന്നുള്ളതാണ്. അതിന് ഗൗതം കൃഷ്ണയുടെ ചോദിക്കുന്ന പോലെയുള്ള ലളിതമായ ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് പാടിയാൽ എന്താ കുഴപ്പം? എന്തായാലും ഞാൻ തീർച്ചയായിട്ടും പാടും. എനിക്ക് താങ്കളുടെ അഭിപ്രായത്തിലൂടെ എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സാധനം എന്ന് പറയുന്നത് ദുർഗയും ലക്ഷ്മിയും സരസ്വതിയാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ആ വാക്കുകൾക്ക് പകരം പുതിയ ഏതെങ്കിലും മതേതരപരമായിട്ടുള്ള വാക്കുകൾ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട് എനിക്ക്. അത് നല്ല കാര്യം. പക്ഷെ അങ്ങനെ മതേതരമായ വാക്കുകൾ ഉൾപ്പെടുത്തി ഇത് പരിഷ്കരിക്കും എന്നൊരു വിശ്വാസം എനിക്കില്ല. കാരണം അങ്ങനെയുള്ള ഒരു ലക്ഷ്യം ബി ജെ പിക്ക് ഇല്ല. എന്തായാലും അങ്ങനെ പരിഷ്കരിക്കാൻ സാധിക്കട്ടെ, ആളുകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത്.